ഇതിൻ്റെ ഒരു പ്രശസ്തിയും പ്രാധാന്യവും ജനങ്ങളുടെ ശ്രദ്ധയും മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ നിയമാവലിയിലും നടത്തിപ്പിൻ്റെ മറ്റ് നിയമങ്ങളിലുമൊക്കെ തന്നെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയമിക്കുന്നതാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശയും കൂടെ ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ട് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ A മുതൽ Z വരെയുള്ള വിഷയങ്ങൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് വലിയ പ്രയാസമായി തോന്നുകയാണ്. ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കോസ്റ്റ്യൂം എന്നെല്ലാം പറഞ്ഞാൽ വലിയ തുകയ്ക്കുള്ള കോസ്റ്റ്യൂംസാണ് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന ഒരു കലോത്സവത്തിൽ പിന്നെ സ്വന്തമായി വീടില്ലാത്തവൻ ഒരു 10,000-കണക്കിന് രൂപ മുടക്കിയുള്ള കോസ്റ്റ്യൂം ഉണ്ടെങ്കിലേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുവരെ 64 വരെ ഇല്ലായിരുന്നു. ഇനി വരുന്നതിൽ അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ ഒരു ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നു? അപ്പം അതിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം കോസ്റ്റ്യൂമിന് മാർക്കുണ്ട്. അപ്പോൾ ഏറ്റവും മാർക്ക് കിട്ടാൻ പറ്റുന്ന കോസ്റ്റ്യൂം ആകുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യണം. ഈ ഞാൻ നിയോഗിക്കാൻ വേണ്ടി പോകുന്ന കമ്മിറ്റി ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കമ്മിറ്റിയാണ്.